ചാലക്കുടി നഗരസഭയ്ക്ക് അനുവദിച്ച പദ്ധതി ഫണ്ടിൽ 5.5 കോടിയോളം രൂപ വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ കൗൺസിലർമാർ ഇറങ്ങിപ്പോയി. കൗൺസിൽ യോഗത്തിൽ പ്രതിഷേധം വാക്കേറ്റത്തിലും ബഹളത്തിലും കലാശിച്ചു. ചാലക്കുടി നഗരസഭയ്ക്ക് അനുവദിച്ച പദ്ധതി ഫണ്ടിൽ 5.5 കോടിയോളം രൂപ വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷ കൗൺസിലർമാർ കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. വാർഡുതല വികസന പ്രവർത്തനങ്ങൾ, ആരോഗ്യ മേഖല, കാർഷിക മേഖല, അംഗനവാടികൾ, കുട്ടികളുടെ പോഷകാഹാര പദ്ധതി, പട്ടികജാതി വികസന ഫണ്ട് എന്നിവ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഫണ്ട് വെട്ടിക്കുറച്ചത് നഗരസഭയെ കടുത്ത പ്രതിസന്ധിയിലാക്കിയെന്ന് പ്രതിപക്ഷ നേതാവ് ജിൽ ആന്റണി ആരോപിച്ചു. കഴിഞ്ഞ സർക്കാർ പോകുമ്പോൾ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൊടുക്കേണ്ട പ്ലാൻ ഫണ്ട് വിഹിതം, പഞ്ചവത്സര പദ്ധതി പ്രകാരമുള്ള പ്ലാൻ ഫണ്ട് വിഹിതം 7 കോടി രൂപയോളാണ്. അത് പുതിയ സർക്കാരിന്റെ പുതുക്കിയ ബഡ്ജറ്റിൽ 2 കോടി രൂപയായിട്ട് ചുരുക്കേണ്ടത്. ഈ 2 കോടി രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ സ്പിൽ ഓവർ പോലും പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരു എമൗണ്ടാണ് 2 കോടി രൂപ. ആ 2 കോടി രൂപയ്ക്ക് ചാലക്കുടി നഗരസഭയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ നടത്താൻ പറ്റുമെന്നൊരു ആശങ്കയിലാണ് ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന കൌൺസിലേഴ്സ് പങ്കുവയ്ക്കുന്നത്. ആരോഗ്യ മേഖലയ്ക്ക് ഫണ്ടില്ല. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അവിടുത്തെ വാട്ടർ ബില്ലും കറണ്ട് കാശും അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ ഉണ്ടാക്കിയ പ്രോജക്റ്റിൽ ഏകദേശം 1 കോടി രൂപയോളം അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രോജക്റ്റ് ഇല്ല. ഭിന്നശേഷിക്കാർക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് 27 ലക്ഷം വെച്ചിട്ടുണ്ട്. അതിന് 5 ലക്ഷം രൂപയായിട്ട് ചുരുക്കി. കാർഷിക മേഖലയ്ക്ക് 5 ലക്ഷമാക്കി ചുരുക്കി. 20 ലക്ഷം കൊടുക്കുന്നവർക്ക് 5 ലക്ഷമാക്കി ചുരുക്കി. അതേപോലെ സേവന മേഖലയിലേക്ക് അങ്ങനെ പല ഫണ്ടുകളും പല മേഖലകളും താറുമാറാക്കുന്ന രീതിയിലാണ് ഇന്നത്തെ ഈ പ്രോജക്ട് ഉണ്ടാക്കിയാണ്. 2 കോടി രൂപയാണ്. തുടർന്ന് പ്ലാൻ ഫണ്ടിന് കിട്ടാനില്ല. എന്നനുവദിച്ച പ്ലാൻ ഫണ്ടിൽ 10 ലക്ഷം രൂപ പോലും ഫസ്റ്റ് അലോട്ട്മെന്റ് ആയിട്ട് കൊടുക്കാനായിട്ട് ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ സർക്കാർ അധികാരം ഒഴിഞ്ഞു പോകുമ്പോൾ 6500 കോടി രൂപയാണ് സർക്കാരിന്റെ ഖജനാവിലുള്ളത്. നഗരസഭയ്ക്ക് അനുവദിച്ച പദ്ധതി ഫണ്ടിന്റെ ആദ്യ ഗഡു പോലും ഇതുവരെ സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടില്ലെന്നും ഇതുമൂലം ഈ വർഷം ഒരു വികസന പദ്ധതി പോലും നടപ്പാക്കാനാകാത്ത സാഹചര്യമാണെന്നും പ്രതിപക്ഷാംഗങ്ങൾ കൗൺസിലിൽ ചൂണ്ടിക്കാട്ടി. ഇതു സംബന്ധിച്ച ചർച്ച വാക്കേറ്റത്തിലും ബഹളത്തിലും കലാശിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷാംഗങ്ങൾ കൗൺസിൽ യോഗത്തിൽ നിന്നിറങ്ങിപ്പോവുകയും പിന്നീട് ചെയർപേഴ്സന്റെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു. പ്രതിഷേധ യോഗത്തിൽ ഉഷ പരമേശ്വരൻ, VJ ജോജി, വിൽസൺ പാണാട്ടുപറമ്പിൽ, KT ജോണി, നിധിൻ പുല്ലൻ, ബിന്ദു ശശികുമാർ, രാമൻ തട്ടായത്ത്, അൽഫോൺസ ചാക്കോ, അഡ്വക്കേറ്റ് അനഘ, അഞ്ജന ശ്രീധരൻ, നിത അജീഷ് എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, ചാലക്കുടി.